തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഇന്നലെ വൈകിട്ട് മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച 4 വയസ്സുകാരന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. അതിഥി തൊഴിലാളിയുടെ മകൻ ഗിൽദറിന്റെ ദുരൂഹ മരണത്തിൽ അമ്മയെയും സുഹൃത്തിനെയും ചോദ്യം ചെയ്തിരുന്നു. കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർ കഴുത്തിൽ പാടുകൾ കണ്ടെത്തിയിരുന്നു. കഴക്കൂട്ടത്തെ ലോഡ്ജിൽ താമസിക്കുന്ന പശ്ചിമബംഗാൾ സ്വദേശിനിയായ മുന്നി ബീഗത്തിന്റെ മകനാണ് മരിച്ച ഗിൽദർ. ശ്രീനന്ദ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനന്ദ, തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച 4 വയസ്സുകാരന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുകയാണല്ലോ. അപ്പോഴായിരിക്കും യഥാർത്ഥ മരണകാരണം എന്താണ് എന്ന് മനസ്സിലാകുകയുള്ളൂ. ഈ അമ്മ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറയുകയുണ്ടായെങ്കിലും ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴാണ് കുട്ടിയുടെ കഴുത്തിൽ തുണി കൊണ്ടോ മറ്റോ മുറുക്കിയ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോടുകൂടി അതിനൊരു വ്യക്തത വരുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? വൈകുന്നേരത്തോട് ഉച്ചയ്ക്ക് മുൻപായി തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 വയസ്സുകാരന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഡോക്ടർമാർ പറയുകയുണ്ടായി. കാരണം ഈ കുട്ടിയുടെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കിയ പാടുകൾ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അമ്മയും അതുപോലെ തന്നെ സുഹൃത്തിനെയും പോലീസ് ഇന്നലെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യലിൽ അവർക്ക് യാതൊന്നും തന്നെ അറിയില്ല. കുട്ടി ഭക്ഷണം കഴിച്ച ശേഷം കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് അമ്മയുടെ മൊഴിയിൽ പറയുന്നത്. എന്തായാലും കൂടുതൽ പേരെ ഇന്ന് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ കുട്ടിയെ 4 വയസ്സുകാരനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതും ശേഷം ജീവൻ നഷ്ടമായെന്ന് മനസ്സിലാക്കുന്നതും. കുട്ടിയെ പരിശോധിച്ച് പാടുകൾ, കഴുത്തിന് ചുറ്റും പാടുകൾ ഉള്ളതിനാൽ കയറോ അല്ലെങ്കിൽ മറ്റു തുണിയോ എന്തോ ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് മുറുക്കി കൊലപ്പെടുത്തിയതാകാമെന്നാണ് പ്രാഥമികമായ നിഗമനം. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരും. ശേഷമാകും മറ്റ് നടപടികളിലേക്ക്, മറ്റ് ചോദ്യം ചെയ്യലിലേക്ക് ഒക്കെ തന്നെ കടക്കാനുള്ളൊരു സാധ്യതയുള്ളത്. എന്തായാലും ഇപ്പോൾ കുട്ടിയുടെ അമ്മയും അതുപോലെ തന്നെ സുഹൃത്തും പോലീസ് സ്റ്റേഷനിലാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. രോഹിണി. ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.